സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ടെസ്റ്റിമോണി സെഷൻ വളരെ വ്യത്യസ്തതയുള്ളതാണ്. നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. വി ആർ ഗോയിങ് ടു പ്രേ ടുഗദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, നല്ല ഈ ഈവനിങ് സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാന്തക്കണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹത്തിന്, വിടുതലിന് ഒക്കെ കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കണം സഹായിച്ചാട്ട്. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ, അനുഗ്രഹിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, 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 അമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ സെഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് കർത്താവിൻ്റെ ദാസി ഡോക്ടർ സിൽവി ബായിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം ആൻറ്റി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ആൻറ്റി നല്ലവണ്ണം മലയാളം പറയുന്ന ആൻറ്റി, എന്നാലും രണ്ട് വാക്ക് തമിഴിൽ ചോദിക്കുക. എപ്പടി ഇരിക്കേ? എനിക്ക് രണ്ട് വാക്ക് തമിഴ് പറയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചത്. Okay, sir. Anyway, we are planning to start a Tamil channel also. Then we'll be talking in Tamil. Yeah. അതെ. ആന്റിയുടെ ഒരു പ്രത്യേകത, ആന്റി ജനിച്ചു വളർന്നതൊക്കെ തമിഴ്നാട്ടിലല്ലേ? അതെ, കന്യാകുമാരി ഡിസ്ട്രിക്ട് നാഗർകോവിലാണ്. നാഗർകോവിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ജോലി ചെയ്തതൊക്കെ കേരളത്തിലാണ്. കേരളത്തിൽ കുമളിയിൽ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടൊക്കെ ജോലി ചെയ്തു. ഒത്തിരി കുട്ടികളെ കേരളത്തിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആൻറ്റി കേരളക്കാരിയും തമിഴ്നാടുകാരിയും ഒക്കെ ആയിട്ട് നല്ല മലയാളം പറയുന്ന ആൻറ്റിയായിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് ആൻറ്റി ഇന്ന് വളരെ ശക്തമായിട്ട് മിനിസ്ട്രി ചെയ്യുന്നു. അതാണ് പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. റിട്ടയർമെന്റിന് ശേഷമാണോ മിനിസ്ട്രിയിലേക്ക് വന്നത്? ഇല്ല മോനെ, 17-ാമത്തെ വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് കണ്ട ആ വയസ്സ് തൊട്ട് തെരുവിൽ ഇറങ്ങി ഞാൻ സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. പിന്നെ വാലണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങിച്ചിട്ടാണ് ഫുൾ ടൈം മിനിസ്ട്രിയിൽ വന്നത്. ശരി, ആൻറ്റി ഇപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ആയിരിക്കുന്നു. ഞാൻ ആൻറ്റിയുടെ വീഡിയോസൊക്കെ കണ്ടു. ആൻറ്റി വളരെ ശക്തമായിട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗത്തിൽ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ആന്റിയാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാം ദൈവകൃപയാണ് മോനെ. അതെ, അതെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ബ്ലെസ്സിങ്. ആന്റി ജനിച്ചു വളർന്നതൊക്കെ നാഗർകോവിൽ, കന്യാകുമാരി ഡിസ്ട്രിക്ട്. മാതാപിതാക്കൾ, പേരൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലി, എന്റെ പപ്പ ഒരു അധ്യാപകനായിരുന്നു. മൂന്നാറ്റിലാണ് അധ്യാപകനായിട്ട് ഇരുന്നത്. ഞാൻ മൂന്നാറിൽ ഹെച്ചമായിട്ട് ഇരിക്കുമ്പോഴാണ് റിട്ടയർഡ് ചെയ്തത്. അതും വാലണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ എൻ്റെ പപ്പായും അവിടെ നിന്ന് ജോലി വിട്ടിട്ടാണ് പിന്നെ ബിസിനസ് ചെയ്യുകയായിരുന്നു. പിന്നെ മമ്മി വീട്ടിൽ ഹൗസ് വൈഫാണ്. മൂന്നാറിലല്ലേ? മൂന്നാറിലാണ് പപ്പയും ടീച്ചറായിട്ടിരുന്നത്. ഞാനും അവിടെ നിന്നാണ് ഹെച്ചമായിട്ട് വാലണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങിച്ചിട്ട് വന്നത്. ശരി. ഇരുന്നിട്ട് കുമളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോലി ചെയ്തിട്ടിരുന്നത്. ഹയർ സെക്കൻഡറിയാ ആന്റി? കുമളി ഹയർ സെക്കൻഡറി സ്കൂൾ. കുമളി ഹയർ സെക്കൻഡറി സ്കൂളിൽ. അതെ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ആന്റിയുടെ എല്ലാ അനുഭവങ്ങളും പറയണം കേട്ടോ. സമയം പോകുന്നോർത്തൊന്നും ഭയപ്പെടേണ്ട. എല്ലാ അനുഭവങ്ങളും, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ, സുവിശേഷ അനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം കേൾക്കാൻ നമ്മൾ റെഡിയാ. ആൻറ്റിക്ക് പറയാം, ഇനിയുള്ള സമയം എടുത്ത് പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അതെ. സോ ആൻറ്റിക്ക് കണ്ടിന്യൂ ചെയ്യാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം.
ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല ഫിനിമോൻ ഒരുക്കിയ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം എന്നെ എങ്ങനെയാണ് രക്ഷിച്ച് അവന്റെ നാമ മഹത്വത്തിന് വേണ്ടി ശുശ്രൂഷയിൽ ഇന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. സമയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സുവിശേഷം അറിയിക്കണമല്ലോ. അങ്ങനത്തെ ഒരു ആത്മഭാരത്തോടാണ് ഞാൻ ഈ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നല്ല യേശുവിനെ നല്ല സുവിശേഷ പ്രവർത്തനത്തിൽ ആയിരിക്കാൻ എനിക്കൊരു ഭാഗ്യം യേശു അപ്പച്ചൻ തന്നത് എന്നുള്ളതിനെയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കിട്ട് പകരുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്റെ പപ്പ, ഞാൻ കോളേജിൽ നാഗർകോയിലിൽ ഹോളിഗ്രാസ് കോളേജിലാണ് പഠിച്ചിട്ടിരിക്കുമ്പോ എന്റെ പപ്പ എനിക്ക് ഫീസ് കെട്ടിയിട്ട് പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് വയസ്സ് 17. ആ സമയത്തിൽ പപ്പ തിരിച്ചു വരുമ്പോ ഒരു ബസ്സിൽ ആക്സിഡന്റിൽ അകപ്പെട്ട് മരിച്ചുപോയി. അതുവരെ എന്റെ പപ്പ പറയുമായിരുന്നു, മോളെ നീ എങ്ങനെ പഠിച്ചാലും എത്രത്തോളം നീ പഠിച്ചാലും ഞാൻ പഠിപ്പിക്കും. പപ്പ മക്കളെ എല്ലാം പഠിപ്പിക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആകണമെന്നുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ വളരെ മിടുക്കിയായിരുന്നു പഠിക്കുവാൻ. +2 എനിക്ക് നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടത്തെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് മാർക്ക് റാങ്കോട് കൂടി വാങ്ങിച്ച് ജയിച്ച ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോഴൊന്നും പള്ളിയിലോ ഒന്നിനും പോകത്തില്ല. 9ാം ക്ലാസ് വരെ മാത്രം സൺഡേ ക്ലാസ് VBS എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഡോക്ടർ ആകണം എന്നുള്ള താല്പര്യത്തിൽ അധിക നേരം ബുക്കും കൈമായിട്ടിരുന്ന് പഠിച്ചിരിക്കും. അങ്ങനെ ഡോക്ടർ ആകണം എന്നുള്ള താല്പര്യത്തിൽ ഇരുന്ന് എനിക്ക് എന്റെ പപ്പായുടെ മരണം വളരെ സമാധാനത്തിന് കെടുത്തി. ഉറക്കം വരത്തില്ല, പഠിക്കുവാൻ പറ്റത്തില്ല. എത്രമാത്രം ആ കോളേജിലുള്ള നൺസ്മാര് ടീച്ചേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും എന്റെ സമാധാനം നഷ്ടപ്പെട്ട് ഇനി എന്നെ പഠിപ്പിക്കുവാൻ ആരുമില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ ഞാൻ മരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരു സമ്മർ വെക്കേഷനിൽ മെയ് മാസം വീട്ടിൽ വന്നപ്പോ എന്റെ കയ്യിൽ അന്നത്തെ സമയത്ത് 75 പൈസ ഉണ്ടായിരുന്നു. അതിൽ ഒരു എലിവിഷം ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോവുക. മമ്മിക്ക് അറിയാം ഈവനിങ് ടൈമിൽ ഞങ്ങൾ അവിടുത്തെ ഒരു ലേക്കിൽ കുളിക്കാൻ പോകും എല്ലാവരും ചേർന്ന്. അതുപോലെ ഞാൻ പോകുക എന്നാണ് എന്റെ മമ്മി ഓർത്തത്. അങ്ങനെ ഞാൻ പോയി ആ വിഷ ബോട്ടിലുമായിട്ട് പോയിട്ട് എന്റെ പപ്പയുടെ കല്ലറയിൽ പോയി കുടിക്കുവാനായിട്ടിരിക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, പപ്പ എനിക്കിനി ഡോക്ടർ ആകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ കൂട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് വളരെ കരഞ്ഞിട്ടിരിക്കുമ്പോ അശരീരിയായിട്ട് ഒരു ഭയങ്കര വെളിച്ചം എന്നിലേക്ക് പ്രകാശിച്ചിട്ട് ഒരു അശരീര സത്തം കേട്ട്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് സെൽവി ബായ്. എന്റെ ആക്ച്വൽ പേര് സിൽവിയ എന്നാണ്. അപ്പം ഈ സെൽവി ബായ്, നീ എന്തിനാണ് നീ ഇങ്ങനെ തന്നെത്താനെ നശിപ്പിച്ചിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നരകത്തിൽ പോകുന്നത്? നീ എന്റെ കയ്യിൽ നിന്റെ ജീവിതം ഏൽപ്പിച്ചാൽ ഞാൻ ഇന്ന് തൊട്ട് നിനക്ക് പപ്പായായിരിക്കും. നിന്റെ ആഗ്രഹം ഡോക്ടർ ആകണമെന്നല്ലേ, അതും ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഏൽപ്പിച്ചു കൊടുക്കാവോ? ഞാൻ എന്റെ യേശു അപ്പച്ചന്റെ അടുത്ത് എന്ന് ഒരു ശബ്ദം കേട്ടു. ആ സമയത്തിൽ ഞാൻ താഴെ മുട്ടിൽമേൽ വീണ് എന്റെ കൈകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് അപ്പച്ചാ എന്ന് യേശുവിനെ വിളിച്ച് എന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ സമയത്തിൽ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു പ്രകാശം വന്നിട്ട് ആ സൂസൈഡ് ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ പാടെ അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഒരു സമാധാനം, സന്തോഷം, എന്തെന്നില്ലാതെ ഒരു എന്ത് പറയുവാൻ, ആ ഹാപ്പിനെസ്സിനെ എനിക്ക് ഇപ്പോൾ ഓർത്താലും ഭയങ്കരമായിട്ട് എനിക്ക് ആ സന്തോഷം വരികയാണ്. അങ്ങനെ ഒരു സന്തോഷത്താൽ ഞാൻ അങ്ങനെ തിളച്ചിട്ട് യേശു എന്നെ രക്ഷിച്ചു, എന്റെ ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള
ഭയങ്കരമായ ഒരു ധൈര്യം എനിക്ക് ഉണ്ടായി. ഉടനെ ഞാൻ വീട്ടിൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞപ്പോ വീട്ടിൽ പറഞ്ഞു, ആരോ ബെന്റിക്കാസ്റ്റ് പീപ്പിൾ എന്നെ ക്യാൻവാസ് ചെയ്തതാണ് എന്ന് വീട്ടിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇത് നോക്ക്, ഈ വിഷബാട്ടിൽ ഇത് വെച്ചിട്ടാണ് ഞാൻ ചാകാൻ പോയത് എന്ന്. എന്നിട്ട് എനിക്ക് ഞാൻ പ്രാപിച്ച ആ സന്തോഷത്തിന് എല്ലാരും അറിയണം എന്നുള്ള ആഗ്രഹം അപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാകുക. അടുത്ത ദിവസം രാവിലെ തൊട്ട് ഞാൻ ഞങ്ങളുടെ സ്ട്രീറ്റുകളിൽ ചെന്ന്, കോർണറിൽ ചെന്ന് ഞാൻ ഉച്ചത്തിൽ പ്രസംഗിക്കുമായിരുന്നു. ഇതാ എന്റെ സ്വന്തക്കാര്, അങ്കിൾമാർ, എന്റെ അങ്കിൾമാരുടെ കുഞ്ഞുങ്ങൾ, ചിറ്റപ്പൻ, വലിയപ്പൻ, എല്ലാരും ഈ നല്ല യേശുവിനെ അറിയണം, എന്നാൽ അവരും സ്വസ്ഥതയോടെ ജീവിക്കാമല്ലോ എന്നുള്ള ആത്മഭാരം എന്നിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ സീറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോ യേശു എന്നെ രക്ഷിച്ചു, തന്റെ കുഞ്ഞായിട്ട് എന്നെ മാറ്റി, നിങ്ങളെയും അതുപോലെ മാറ്റും, അപ്പൊ നിങ്ങൾക്ക് സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും എന്നൊക്കെ ഞാൻ പ്രസംഗിക്കും. നിങ്ങൾ എല്ലാവരും അങ്ങനെ വരണമെന്ന്. അപ്പൊ അവിടെ നിന്ന് പ്രശ്നങ്ങളും തുടങ്ങുക. അപ്പൊ എന്റെ ഈ ചിറ്റപ്പൻ, വലിയപ്പന്റെ പിള്ളേരെല്ലാരും ചാണക കരച്ച് എന്നെ ഓടിക്കും. കുടുംബത്തിനെ അവമാനിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്, ഓട്, നമ്മുടെ കുടുംബത്തിൽ ഇതൊന്നും കൊച്ചു പിള്ളേരിങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. മണ്ണൊക്കെ വാരി എന്നെ എറിയും. അപ്പൊ കണ്ണെല്ലാം മണ്ണ് നിറഞ്ഞു ചുവന്ന് വരുമ്പോ എന്റെ വീട്ടിലുള്ളവരെല്ലാം എന്ത് അവമാനമാ നീ കാണിക്കുന്നത്, ഇതുപോലെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയും. എന്നാലും ഞാൻ അന്ന് കണ്ട യേശുവിനെ ഇന്ന് വരെ ഒരു മിനിറ്റ് പോലും ഞാൻ വിട്ടിട്ടില്ല, മാറിയിട്ടില്ല. ഒട്ടും പോലും ഈ യേശുവിന്റെ അപ്പച്ചന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് ഒന്നും മാറ്റുവാനും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തിലാണ്, സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിട്ടിരിക്കുമ്പോഴും ഞാൻ അവധിക്ക് വരുമ്പോ പരിശുദ്ധാത്മാവിന് വേണ്ടി ആ രക്ഷിക്കപ്പെട്ട് ഉടനെ അടുത്തുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്കിളിനോട് പറഞ്ഞു, എനിക്ക് ജ്ഞാനസ്നാനം തരണമെന്ന്. അവർ പറഞ്ഞു, മകളെ, വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നിന്റെ വീട്ടുകാർ വേണ്ടാന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, വചനം പറയുന്നു, ആത്മാവിലും ജലത്തിലും ജനിച്ചില്ലായിരുന്നാൽ സ്വർഗരാജ്യം പോകത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ അത് വായിക്കപ്പെടുന്നു. ഞാൻ വീണ്ടും ജനിച്ചു. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് സ്നാനമാണ്, എനിക്ക് തരണമെന്ന് നിർബന്ധം പറഞ്ഞത് കൊണ്ട് അന്ന് ട്രിവാൻഡ്രത്തിൽ ഇരുന്ന് അങ്കിൾ PD ജോൺസനോട് ഈ അങ്കിൾ പോയി ചോദിച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്കിൾ PD ജോൺസനാണ് വന്ന് എനിക്ക് ജ്ഞാനസ്നാനം തന്നത്. പിന്നെ ഞാൻ അടുത്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു തോട്ടത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. ഈവനിങ് 5 മണിക്കെല്ലാം പോയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരു ദിവസം ഞാൻ 8:30 വരെ പ്രാർത്ഥിച്ചിട്ടും വീട്ടിൽ വരുന്നില്ല. മമ്മി അന്വേഷിക്കാനായിട്ട് ഞങ്ങളുടെ പാസ്റ്റർ അങ്കിളിന്റെ വീട്ടിൽ പോയി ആളെ വിട്ടു. അപ്പൊ അവർ പറഞ്ഞു, അവൾ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം അറിയാം എന്ന് എല്ലാരും കൂടി, അങ്കിളും അവരുടെ മൂത്ത മകൾ ജബ അക്കാന്ന് ഞാൻ പറയും, അവർ എല്ലാരും കൂടെ അവിടെ കടന്നു വന്ന് നോക്കുമ്പോ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്കിൾ പറഞ്ഞു, മകളെ, നിന്നെ പ്രവാചകിയായിട്ട് ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്, നീ അത് എപ്പോഴും ഓർക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച അന്ന് തന്നെ പ്രവചനം പറയുക. അന്ന് തന്നെ ദൈവം ജാതികൾക്ക് പ്രവാചകിയായിട്ടും വിശുദ്ധന്മാർക്ക് പ്രവചനം പറയുവാനുള്ള പ്രവചന കൃപയോട് കൂടെ നിറച്ച് അന്ന് തൊട്ട് എന്റെ പ്രവചന കൃപയെന്ന് പറയുമ്പോ ആരും ഞാൻ പ്രാർത്ഥിക്കണമെന്നില്ല, ചുമ്മാ അടുത്തിരിക്കുന്നവരെയും കുറിച്ച് വെളിപ്പെടുത്തും. ഞാൻ നടന്നു പോകുമ്പോ അവിടുത്തെ സ്ഥലത്തിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തും. അവിടെ വരുന്ന ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലിരിക്കുമ്പോ ദൈവം പറയും, ഇങ്ങനെ ഒരു വീടുണ്ട്, നീ പൊക്കോ, അവിടെ പോയി ഇങ്ങനെ അവസ്ഥപ്പെടുന്ന മക്കളുണ്ട്, അങ്ങനെ രോഗികളെ ദൈവം വെളിപ്പെടുത്തും. അതുപോലെ ഒരു ആത്മാവ് ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിലോട്ട് വരണമെങ്കിൽ അവരെ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ അവരെ സന്ദർശിക്കും. അങ്ങനെയാണ് ആത്മാക്കളെ ഞാൻ സന്ദർശിക്കുന്നത്. അങ്ങനെ ഉള്ള കൃപയാണ് അന്ന് തൊട്ട് ദൈവം എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് പുനലൂരിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ യങ്സ്റ്റേഴ്സിന് ഒരു യൂത്ത് ക്യാമ്പ് നടന്നായിരുന്നു. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിൽ എല്ലാരും നിറയുമ്പോ
പെട്ടെന്ന് അതിനു മുൻപേയും ദൈവം എന്നെ ഭയങ്കരമായിട്ട് വിളിക്കും. ഞാൻ എപ്പോഴും മുട്ടിൽമേൽ നിന്ന് എൻ്റെ വീട്ടിൽ ഒരു റൂമുണ്ട്, അതിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്തെല്ലാം ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചായിരുന്നു. അനേകം ഇന്ന് പറയപ്പെടുന്ന അനേക പാസ്റ്റർമാർ, അവരിൽ കൂടിയും ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ മമ്മി പറഞ്ഞു, മോളെ ഈ ഇങ്ങനത്തെ പെന്തക്കോസ്ത് സുവിശേഷ വേലയ്ക്കൊന്നും പോകല്ലേ, പപ്പ നല്ലതായിട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് എല്ലാരും നല്ല ജോലിയിലാക്കണമെന്നാണ് പപ്പായുടെ ആഗ്രഹം, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത്, എന്നാലാണ് നിനക്ക് ഞാൻ സ്നാനം എടുക്കുവാനായിട്ട് ഞാൻ പെർമിഷൻ തരാമെന്ന് പറഞ്ഞ് എന്നെ സ്നാനം എടുക്കുവാൻ എന്റെ മമ്മി എനിക്ക് പെർമിഷൻ തന്നത്. ഞാനും മമ്മിയോട് പറഞ്ഞ അങ്ങനെ തന്നെ ഞാൻ ജോലി ചെയ്യുമെന്ന്. അതുകൊണ്ട് എന്റെ മനസ്സിൽ ഇനി ആരും എന്നെ സുവിശേഷ വേലയ്ക്ക് വിടത്തില്ല, കാരണം മമ്മിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അങ്ങനെ ഞാൻ ഇപ്പോഴും കരയും, അപ്പച്ച എന്നെ വിളിക്കല്ലേ, ഞാൻ ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് വരാൻ പാടില്ല. ഞാൻ അന്നത്തെ മീറ്റിങ്ങിലും ഞാൻ ഇങ്ങനെ കരയ്യ. എങ്ങനെയെന്ന് പറഞ്ഞ, ദൈവമേ, ഞാൻ ഒരു പാസ്റ്ററുടെ മകളായിരുന്നെങ്കിൽ എന്റെ പപ്പ എന്നെ മനസ്സിലാക്കിയിട്ട് ബൈബിൾ കോളേജൊക്കെ അയച്ച് എന്നെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തുമായിരുന്നു. എന്നാൽ എനിക്ക് പപ്പ ഇല്ല, അതുകൊണ്ട് എന്നെ സുവിശേഷ വേലയ്ക്ക് നീ വിളിക്കല്ലേ, ഞാൻ വരാൻ പറ്റത്തില്ല എന്ന്. അന്ന് ഞാൻ എല്ലാരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ താഴെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ ഡേവിഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പ്രവചനത്തിൽ കൂടി ഇങ്ങനെ, ഒരു മകൾ ഇവിടെ ഉണ്ട്, അവൾ ഞാൻ പാസ്റ്ററുടെ മകളല്ല, അതുകൊണ്ട് വേലയ്ക്ക് വരുവാൻ പറ്റത്തില്ല എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മകളെ ദൈവം വേലയ്ക്കായിട്ട് വിളിക്കുന്നു എന്ന് ഭയങ്കര ആയിരക്കണക്കിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ഇടത്തിൽ വന്ന് കയ്യെ പിടിച്ച് വലിച്ച് മുൻപോട്ട് കൊണ്ടുപോയി എല്ലാ ദൈവദാസന്മാരുമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ വളരെ തീരുമാനമെടുത്ത് എത്ര ക്ലേശം വന്നാലും ജോലിയും ചെയ്ത് അത് ഞാൻ സുവിശേഷ വേല ചെയ്യുമെന്ന്. അങ്ങനെ പല സ്ഥലങ്ങളിലും കൺവെൻഷനുകളിൽ എന്റെ സാക്ഷ്യം പറയുവാനായിട്ട് അപ്പോഴും ദൈവമക്കൾ എനിക്ക് ചാൻസസ് തരുമായിരുന്നു. എന്നിട്ട് കുമളിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് ടീച്ചറായിട്ട് ജോലി ദൈവം തന്ന്, ഒറ്റ പൈസ പോലും ഞാൻ ആർക്കും കൊടുത്തില്ല. എൻ്റെ മെരിറ്റ് എന്ന് പറയുവാനല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവം അവിടുത്തെ നല്ല ഒരു സ്കൂളിൽ ജോലി ചെയ്തപ്പോൾ അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായിട്ട് വിമൻസ് മീറ്റിംഗ്, സൺഡേ സ്കൂൾ, അപ്പോഴും ഞാൻ അവിടെ ഉള്ള യങ്സ്റ്റേഴ്സിനെല്ലാം വിളിച്ചിട്ട് മലപ്രദേശത്തെല്ലാം പോയി ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ചില സുവിശേഷ വേല ചെയ്യുമായിരുന്നു. അങ്ങനെ ചില കാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞു, മകളെ, നീ തനിച്ച് തിരിഞ്ഞു വരണം, നിന്നെ കൊണ്ട് ഒരു സ്ഥാപനം ഞാൻ ഇവിടെ സ്ഥാപിക്കുവാൻ പോകുന്നു, സഭകൾ പണിയുവാൻ പോകുന്നു, നിന്നെ കൊണ്ട് ഞാൻ ഉന്നതമായ ജോലി ചെയ്യിപ്പിക്കണം, നീ അങ്ങനെ വേർപെടണമെന്ന്. ഞാനത് പലരോടും അവിടുത്തെ പള്ളി അങ്കിൾമാരോടെല്ലാം ഷെയർ ചെയ്തപ്പോ അവരും എനിക്ക് ഉണ്ടാകുന്ന കൃപയിൽ, എനിക്കിരിക്കുന്ന കൃപയെ അനുസരിച്ച് അവര് ദൈവം തരുന്ന ഇതുപോലെ നീ ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞ്, അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മകൾ സൂസൻ എന്ന് വന്നായിരുന്നു. അവൾക്കാണ് ആദ്യമായിട്ട് ഞാൻ വെളിപ്പാട് പറയുന്നത്. അവൾ അവിടെ ജോയിൻ ചെയ്യുവാൻ വന്നപ്പോ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു, ഈ സൂസൻ ടീച്ചറിനെ ടീച്ചർ കൊണ്ടുവിടണം എന്ന് ക്ലാസ്സിൽ. ഞാൻ അവൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോ അവൾക്ക് ഒരു വെളിപ്പാട്, അവളുടെ കുടുംബത്തിൽ ഒരു ശാപം ഉണ്ടായിരുന്നു, ആണുങ്ങൾ ഒരിക്കലും ജീവിക്കത്തില്ല. അവളുടെ വീട് തിരുവല്ലായിലാണ്. അപ്പം അങ്ങനെ ഞാൻ അവളോട് വെളിപ്പാട് പറഞ്ഞപ്പോ, നിനക്കൊരു ആൺകൊച്ചിനെ ദൈവം തന്നാൽ ഈ നല്ല യേശുവിനെ നീ ആരാധിക്കാവോ എന്ന് അവളോട് ചോദിച്ചിട്ട്, അങ്ങനെ ദൈവം തരികയാണെങ്കിൽ ഞാൻ യേശുവിനെ ആരാധിക്കാം, ദൈവത്തിനെ സ്വീകരിക്കാം എന്ന് അവൾ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവം ഒരു ആൺകൊച്ചിനെ കൊടുത്ത്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പിന്നെ ചില ടീച്ചേഴ്സ് വരും, സ്റ്റുഡൻസ് വരും. ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പല യങ്സ്റ്റേഴ്സ്, പല ഈ ഹിന്ദു പൂജാരിമാര്, പല യൗവനക്കാര്, ഈ മോശമായ
ജീവിതം നടത്തിക്കൊണ്ടിരുന്ന അനേക ലേഡീസ് ഈ നല്ല യേശുവിനെ അറിയുവാൻ ഇടയായി. അങ്ങനെ ഞാൻ പിന്നെ വിശേഷ യോഗങ്ങൾ, എന്റെ ശമ്പളത്തിന്റെ പൈസയെല്ലാം കൂട്ടി വച്ചിട്ട് 3 മാസത്തിലൊരിക്കൽ അവിടുത്തെ ഓഡിറ്റോറിയം എടുത്ത് വിശേഷ മീറ്റിംഗ് നടത്തുമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കായ മക്കൾ അവിടെ കൂടി വരുമായിരുന്നു. അങ്ങനെ പലരും യേശുവിനെ കണ്ട്, അപ്പൊ പലരും കണ്ട ശേഷം, ഈ നല്ല യേശുവിനെ അംഗീകരിച്ച ശേഷം അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു സഭ വേണമെന്ന്. അങ്ങനെയാണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ആ റൂമിൽ സഭ എന്ന് പറഞ്ഞ് കുറച്ചു പേര് ആരാധിച്ചു കൂടിയത്. പിന്നെ ദൈവം, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് എല്ലാം പോയി മലകളിൽ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ജീപ്പൊക്കെ ഹയർ എടുത്ത് എന്റെ കൂട്ടത്തിൽ നല്ല പാടുന്ന നല്ല മിടുക്കി പിള്ളേരുണ്ടായിരുന്നു. അവർ നല്ലതായിട്ട് മലയിൽ പോയി അവർ പാടും, ഞാൻ പ്രസംഗിക്കും. അങ്ങനെ പിന്നെ വീട് വീടായിട്ട് പോയി സുവിശേഷം അറിയിക്കുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ ഉപയോഗിച്ചത് ഈവനിങ് ടൈം എല്ലാം മലയിൽ പോയി സുവിശേഷം അറിയിക്കുക, വീട് വീടായിട്ട് ജനങ്ങളെ സന്ദർശിക്കുക. അങ്ങനെ ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ ആ ഭാഗങ്ങളിൽ ഞങ്ങൾ സുവിശേഷം അറിയിച്ചത് മുഖാന്തരം 7 സഭ ആ മലപ്രദേശത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ കുമിളി ടൗണിൽ നല്ലൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. അതിന് ഒത്തിരിയേറെ മക്കൾ അവിടെ വരികയും ഈ പ്രവചന ശബ്ദം കേൾക്കുകയും ഈ വചനം കേൾക്കുകയും ചെയ്യും. അങ്ങനെ മൂന്നാറിൽ എനിക്ക് അങ്ങനെ നീണ്ട വർഷങ്ങൾ വേല ചെയ്തിട്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞ്, ഇനി 1 വർഷം കഴിഞ്ഞ ഉടനെ നീ നിന്റെ ജോലിയെ വിടണം, നിനക്ക് പുറദേശത്ത് ഞാൻ നിനക്ക് പല ശുശ്രൂഷകൾ ഒരുക്കുവാൻ പോകുന്നു എന്ന്. ആ സമയത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ മൂന്നാറ്റിൽ എനിക്ക് കച്ചമായിട്ട് പ്രൊമോഷൻ കിട്ടി. ദൈവം എന്നെ ഗൈഡ് ചെയ്ത് അവിടെയും പോകണമെന്ന്. അങ്ങനെ ഞാൻ മൂന്നാറ്റിൽ പോയപ്പോ അന്ന് പോയ ആഴ്ചയിൽ തന്നെ അവിടെ ഒരു സഭയിൽ എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് ആൾക്കാർ അവിടെ ഒരുക്കി. അങ്ങനെ എല്ലാ ആഴ്ചകളിലും അവിടെയും കുമ്മിളിഭാഗത്തും പിന്നെ അവിടെ നിന്ന് പുറത്തൊക്കെ ദൈവം എന്നെ അയക്കുവാൻ തുടങ്ങി. പലപ്പോഴും പല സ്ഥലങ്ങളിലും ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചു. കൺവെൻഷൻ മീറ്റിംഗ്, റിവൈവൽ മീറ്റിംഗ്, വിമൻസ് ക്യാമ്പുകൾ, എല്ലാത്തിനും ദൈവം എന്നെ അയക്കുമായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, ഇങ്ങനെ പല രാജ്യങ്ങൾക്കും ദൈവം എന്നെ കൊണ്ടുപോയി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അനേക മക്കൾ വിടുവിക്കുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ഈ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞു, ഞാൻ എപ്പോഴും വചനം ആരായുമ്പോൾ രാവിലെ ഏർലി മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റിട്ട് ബൈബിൾ ഇങ്ങനെ വചനം പഠിച്ച് അതിന് ധ്യാനിക്കും. അപ്പൊ അതില് നല്ല നല്ല പോയിന്റ്സുകൾ ദൈവം എനിക്ക് തരും. അത് ഞാൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ പല വർഷങ്ങളായിട്ട് നോട്ട് ചെയ്ത കാര്യങ്ങളെ ദൈവം പറഞ്ഞു, ബുക്ക് രീതിയിൽ നീ ഇത് ലോകത്തിന് വേണ്ടി കൊണ്ടുവരണം. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അനേകർക്ക് അനുഗ്രഹമായിരിക്കുമെന്ന്. അങ്ങനെ 5 ബുക്കുകൾ എഴുതുവാനായിട്ട് ദൈവം എനിക്ക് സഹായിച്ചു. ആദ്യത്തെ ബുക്ക് ഉപദ്രവം അനുഗ്രഹത്തിനായിട്ടാണെന്ന്, കഷ്ടത അനുഗ്രഹത്തിന്. രണ്ടാമത്തെ ആഴത്തിൽ ദൈവത്തിന്റെ കൂടെ നമ്മൾ ആഴങ്ങളിൽ ചെല്ലുമ്പോ എത്രമാത്രം ദൈവിക രഹസ്യങ്ങളെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുമെന്നുള്ള ബുക്ക്. മൂന്നാമത്തെ ദൈവം പറയുന്ന വചനത്തിൽ പറയുന്ന വാക്തത്വങ്ങള്, 8000-അധികം വാക്തത്വങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ റിപ്പോർട്ട് കൺഫസ് ചെയ്ത് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം, കഷ്ടത നേരത്ത് അത് കൺഫസ് ചെയ്യുമ്പോ എങ്ങനെ നമുക്ക് ബലപ്പെട്ട് നിൽക്കുവാൻ സാധിക്കും, രോഗ ആശയിൽ നിൽക്കുമ്പോ, ഇങ്ങനെ ഓരോ വചനങ്ങള് പ്രോമിസസിനെ കൺഫസ് ചെയ്ത് അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ച്. നാലാമത് നമ്മുടെ ചിന്തയാണല്ലോ പലപ്പോഴും നമ്മളെ ദുഃഖിതരാക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ഈ നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്ത് എങ്ങനെ അനുഗ്രഹത്തോട് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് എഴുതുവാൻ പറഞ്ഞു. പിന്നെ 5-മത് സന്തോഷമായി ഇരിക്കുന്നത് മുഖാന്തരം എങ്ങനെ ലോങ് ലൈഫ് നമുക്ക് കിട്ടും, അതിന് വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
ഇങ്ങനെ 5 ബുക്കുകൾ എഴുതി അത് ആയിരക്കണക്കായ മക്കൾ അത് വായിക്കുവാനും അതിൽ കൂടി അനുഗ്രഹിക്കപ്പെടുവാനും തുടങ്ങി. യോഗങ്ങളിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്നതും വിശ്വാസികളോട് പറയുന്നതും ശുശ്രൂഷ രണ്ടാമതാണ്. ആദ്യം നമ്മൾ സ്വർഗത്തിൽ പോകണം. അതിന് മാതൃകയുള്ള ജീവിതം നയിക്കണം. നമ്മുടെ വാക്കിലും നടത്തയിലും വിശ്വാസ ജീവിതത്തിലും നമ്മുടെ സെൽഫ് കൺട്രോളിങ് ലൈഫിലും ഒക്കെ മാതൃക. ഒരു ആള് കൈ കാണിച്ചിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഈ തെറ്റ് നിങ്ങളിൽ ഉണ്ട് എന്ന് ആരും പറയുവാൻ പാടില്ല. ഞാൻ അങ്ങനെ യേശുവോട് എപ്പോഴും പറയും, അപ്പച്ച എന്റെ ജീവിതം ഞാൻ ശുശ്രൂഷിക്കുന്നത് ഏറെ, അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ എന്റെ ജീവിതം അനേർക്ക് മാതൃക ഉള്ളതായിരിക്കണം. കടൻ വാങ്ങിക്കുവാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കടൻ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ വചനം എന്ത് പറയുന്നു അതിന് മാതൃകയുള്ള ജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഈ 50ഓളം വർഷം. എന്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത്. ഇന്ന് വരെ ഇപ്പൊ 69 വയസ്സായി എനിക്ക്. ഇന്ന് വരെ യേശു അപ്പച്ചന് വേണ്ടി സത്യത്തോടെ വചനം പറയുന്നത് പോലെ സത്യത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഈ അപ്പച്ചൻ തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനേക രാജ്യങ്ങളിലും എങ്ങനെയാണ് ദൈവം ഉപയോഗപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ എന്റെ ശുശ്രൂഷയിൽ നടന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞു, നീ ഇന്ന് ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് നീ തേക്കടിയിലോട്ട് പോകണമെന്ന്. അപ്പൊ എന്റെ കൂട്ടത്തിൽ വരുന്ന അസിസ്റ്റന്റിനോട് ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് ദൈവം പറയുന്നു ആഫ്റ്റർനൂൺ ലീവ് എടുത്തിട്ട് നമുക്ക് തേക്കടിയിലോട്ട് പോകണമെന്ന്. അപ്പൊ അവളും വന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ ഭയങ്കര മഴ. ഉടനെ അവൾ പറഞ്ഞു, ഈ മഴയത്ത് നമ്മൾ അവിടെ എങ്ങനെ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇല്ല, യേശുവാണ് പറഞ്ഞത് ലീവ് എടുത്തിട്ട് അങ്ങോട്ട് പോകുവാൻ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ലജ്ജിപ്പിക്കല്ലേ, ഈ മഴ നമ്മൾ രണ്ടുപേരും മുട്ടിന്മേൽ നിൽക്കാം, എന്റെ മുഖത്തിൽ വെയിൽ വരുമ്പോ നമ്മൾക്ക് പ്രാർത്ഥന നിർത്തിയിട്ട് നമുക്ക് പോകണമെന്ന്. അപ്പൊ 1 അവർ കറക്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് കഴിയുകയും വെയിൽ എന്റെ മുഖത്ത് അടിച്ചു. ഞാൻ ഉടനെ അവളോട് പറഞ്ഞു, നമുക്ക് ഇനി പോകാമെന്ന്. നടന്നു പോകാം. എവിടെ പോകണമെന്ന് ദൈവം അതുവരെ വെളിപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫോറസ്റ്റിനകത്ത് ചില ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ അവിടെ ഒരു വീട് അവൾക്കറിയാം. ആ വീട്ടിലോട്ട് പോകുമ്പോ അത് ലോക്കായിരിക്കുക. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ ഉത്രാക്ഷൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ യേശപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഈ മനുഷ്യനോട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നീ പോയി പറന്ന്. ഞാൻ അപ്പോൾ പോയി പറഞ്ഞു, ഉത്തരാക്ഷം എല്ലാം ഇട്ടിട്ട് കാവി വസ്ത്രം എല്ലാം ധരിച്ചിട്ട് അലങ്കോല മുഖത്തോടു കൂടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പോയി പറഞ്ഞു, സഹോദര, നിങ്ങളെ യേശു സ്നേഹിക്കുന്നെന്ന്. ഉടനെ എന്നോട് ചോദിച്ചു, എന്നെ കണ്ടോ, എന്റെ രൂപം കണ്ടോ? ഞാൻ ഈ ടെമ്പിളിന്റെ പൂജാരിയാണ്, എന്റെ യേശു എങ്ങനെ സ്നേഹിക്കാനാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേർ പറഞ്ഞ്, ഇങ്ങോട്ട് ഇനി നിങ്ങൾ കടന്നു വരല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ദൈവം ആ പുള്ളിയുടെ ശരീരത്തിലിരിക്കുന്ന അവസ്ഥകളെല്ലാം രോഗത്തിന് വെളിപ്പെടുത്തി. അപ്പൊ കിഡ്നി പ്രോബ്ലം, യൂറിനറി ഇൻഫെക്ഷൻ, ഇന്നും അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ അത് ദഹിക്കത്തില്ല. ഈ പ്രശ്നത്തോട് ഇരുന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ കുടുംബം ചെതറി കിടക്കുക, നിങ്ങൾ തനിച്ചവനായിട്ട് മരണമാണോ ജീവനാണോ എന്നുള്ള അവസ്ഥയിലല്ലേ സഹോദര നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങളെ യേശു സ്നേഹിക്കുന്നെന്ന്. ഉടനെ അവസ്ഥ പറഞ്ഞപ്പോൾ അങ്ങേര് പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ചയും ഈ ശനിയാഴ്ച വരാവോ എന്ന്. ഞാൻ പറഞ്ഞു, ദൈവം അയച്ചാൽ വരാം. അടുത്ത ശനിയാഴ്ച, ഇത് വെള്ളിയാഴ്ചയാണ്, അടുത്ത ശനിയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങേർക്ക് വീണ്ടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങേര് ആൽമോസ്റ്റ് യേശുവിനെ വിശ്വസിച്ച്
പുള്ളിക്ക് രോഗശാന്തി ദൈവം കൊടുത്തു. അന്നത്തെ ശനിയാഴ്ച പ്രാർത്ഥനയിൽ ഉടനെ പറഞ്ഞ്, ഇനി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ പിരിഞ്ഞിരിക്കുക, അത് മുഖാന്തരമാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നും ഞങ്ങൾ പോയി പറയണ്ട, അവർ തന്നെ വരുമെന്ന്. അങ്ങനെ ഒരു മാസത്തിനിടയ്ക്ക് അവരും വന്ന് പിന്നെ അവരോട് സംസാരിച്ച് എല്ലാവരും സ്നേഹബന്ധത്തിലായി. ആ വീട്ടിൽ പിന്നെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാ വീക്കെൻഡ് സാറ്റർഡേസിലും പോയി പ്രാർത്ഥന ആരംഭിച്ച് ആ ഭവനത്തിലുള്ളവരെല്ലാവരും യേശുവിലേക്ക് വന്ന് സ്നാനമെടുത്ത്, അവരുടെ ഇളയ മകളാണ് പിന്നെ എന്റെ കൂട്ടത്തിൽ വർഷിപ്പ് ആരാധനയൊക്കെ നന്നായിട്ട് പാടുന്ന ഒരു മകൾ. അവൾ ഇപ്പൊ ശുശ്രൂഷയിൽ. അങ്ങേരുടെ ഒരു മരുമകൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല, യൂട്രസ് ഹോൾ വീണ് കിടന്നു. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു, കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ അവരുടെ അമ്മ, ആ പൂജാരിയുടെ ഭാര്യ പറഞ്ഞു, ഈ പെണ്ണിനെ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ പോകാം, കാരണം ഞങ്ങൾക്ക് ഒരു മോനുള്ള, അവനും സന്തതി ഇല്ലെന്ന് പറഞ്ഞാ എനിക്ക് പറ്റത്തില്ല, നാണക്കേട്, അതുകൊണ്ട് ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ചെയ്യല്ലേ, ദൈവം അവൾക്ക് 2 ആൺമക്കളെ കൊടുക്കുമെന്ന് പറയുന്നു, അത്ഭുതകരമായിട്ട് 6 മാസത്തിനകം ആ ശേഷം അത് ഉണ്ടാകുമെന്ന്. അങ്ങനെ 6ാമത്തെ മാസം അവൾക്ക് കൊച്ചുണ്ടായി. ഇപ്പൊ 2 ആൺമക്കൾ അവൾക്കുണ്ട്. അങ്ങനെ ദൈവം അത്ഭുതങ്ങളിൽ കൂടി തന്റെ സുവിശേഷത്തിനെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം വെളിപ്പെടുത്തി സ്ഥിരപ്പെടുത്തി. അനേകർ യേശുവിനെ അറിയുവാനായിട്ട് ഇടയായി. കുമളി ഭാഗത്ത് എല്ലാവരും എല്ലാവരും ഈ ദൈവകൃപയും ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. എന്നെ വളരെ ബഹുമാനിക്കും, പ്രാർത്ഥന ആന്റി, പ്രാർത്ഥന ആന്റി, പ്രാർത്ഥന ടീച്ചർ എന്ന് പറഞ്ഞ് എല്ലാ ചേഴ്സസിൽ പോകുന്നവരും എനിക്ക് എതിരികൾ എന്നൊന്നും ഇല്ലാത്ത വിധത്തിൽ. ആദ്യമായിട്ട് ഞാൻ സഭ ആരംഭിച്ചപ്പോ ചില പാസ്റ്റേഴ്സ് എതിർത്താലും പിന്നെ അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ വിളിയുള്ള ഒരു സഹോദരിയാണ്, ടീച്ചറാണ്, ഇവരെ ദൈവം പ്രയോജനപ്പെടുത്തുന്നു എന്ന്. ആ ഭാഗത്ത് ആർക്കും തന്നെ ഒരു ടെറസ് ബിൽഡിംഗ് ചേർച്ചായിട്ട് പണിയുവാൻ സാധിച്ചില്ല. പക്ഷെ അടിമയിൽ കൂടി ദൈവം അതും ചെയ്തെടുത്ത് തന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ 2 ആരാധന അവിടെ തമിഴും മലയാള സെക്ഷനും ആരംഭിക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ ബ്രാഞ്ച് വർക്കുകൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോ ദൈവം പല സ്ഥലങ്ങൾക്കും എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി അയച്ചു. അനേകരും വിളിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ചെന്നൈയിൽ ഒരു വേല ആരംഭിക്കണമെന്ന് ദൈവം പറഞ്ഞത് കൊണ്ടാണ് ഇവിടെയും ഒരു വേല ആരംഭിച്ച് സഭ പണിത് അനേക പ്രാർത്ഥന യോഗങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് അത്ഭുതങ്ങൾ ദൈവം കാണിക്കുന്നുണ്ട്. അനേകർ കുഞ്ഞില്ലാതെ ഇവിടെ ഇപ്പോൾ 2-3 ദിവസത്തിന് മുൻപ് നടന്ന ഒരു അത്ഭുത സാക്ഷ്യം പറയാം. ഒരു മകൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു, അവൾക്ക് കൊച്ചുങ്ങളെ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന് കരഞ്ഞു. 2 പേരും ഒബിസിറ്റി ഉള്ളവരാണ്, അതുകൊണ്ട് ഈ ഒബിസിറ്റിയും ഇതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ നെഗറ്റീവായിട്ട് സംസാരിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ കണ്ണുനീർ കേട്ട് ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു, നീ ഭയപ്പെടേണ്ട, നിനക്ക് കുഞ്ഞു ഉണ്ടാകുമെന്ന്. അങ്ങനെ എന്റെ വെളിപ്പാടിൽ അവർ വളരെയേറെ വിശ്വാസം വെച്ചു. ദൈവം എന്റെ നാവിൽ കൂടി പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറും എന്നുള്ള ആ വിശ്വാസവും ധൈര്യവും ആ പിള്ളേർക്കുണ്ടായി. അങ്ങനെ മെനിഞ്ഞാന്ന് നല്ലൊരു പെൺകൊച്ചിനെ ദൈവം അവർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ ചെന്നൈയിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോ എന്റെ മീറ്റിംഗിൽ ഒരു മകളും ഒരു മകനും കടന്നു വരുമായിരുന്നു. അവർ നാഗർകോയിൽ സ്വദേശികളാണ്. അവർക്ക് ഇതുപോലെ കൊച്ചുങ്ങളില്ലാതെ കൊച്ചുങ്ങൾ ജനിക്കുവാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സത്യമാണ് ഡോക്ടർമാരിൽ നിന്ന് കേട്ടത്. എന്നാൽ അടിമയിൽ കൂടി ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകും. ഞാൻ ഇങ്ങനെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന പ്രവചനങ്ങളെ അവർക്ക് പറയുമായിരുന്നു. അവരും അത് വിശ്വസിച്ചു. അങ്ങനെ ഡോക്ടർമാർ ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് ദൈവം അവർക്കും കുഞ്ഞിനെ കൊടുത്ത് അതിന് ഇപ്പൊ 3 വയസ്സാകുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ദൈവം തന്റെ
അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അടിമയിൽ കൂടി അറിയിക്കപ്പെടുന്ന സുവിശേഷം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ കടന്നു വരുന്ന മക്കൾക്ക് ആശ്വാസവും ധൈര്യവും കൊടുക്കുവാനായിട്ട് ദൈവം ഈ പ്രവചന ശുശ്രൂഷ വളരെയേറെ പേർക്ക് അനുഗ്രഹമായി തീരുന്നു. ഇന്ന് സാക്ഷ്യമായിട്ട് കൊണ്ടുവന്നാൽ ആയിരക്കണക്കായ മക്കളിനെ എനിക്ക് സാക്ഷ്യമായിട്ട് കൊണ്ട് നിർത്താൻ സാധിക്കും. അനേകരുടെ കഷ്ടതയിൽ, അനേകരുടെ സങ്കടങ്ങളിൽ, അനേകരുടെ ബുദ്ധിമുട്ടിൽ അസാധ്യമെന്ന് പറയുന്ന ഇടത്തിൽ സാധ്യമെന്ന് പറഞ്ഞ് പ്രവചന ശബ്ദം കൊണ്ട് ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും അനേകരുടെ കണ്ണുനീർ ഒപ്പുവാനും ഈ പ്രിയ ദാസിയായ എന്നെ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ മഹത്വത്തിനെ പറഞ്ഞറിയിക്കുവാൻ എനിക്ക് പറ്റുകയില്ല. എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറയുന്ന ഈ സന്തോഷ വാക്കുകൾ, ഈ നല്ല യേശുവിനെ അനുഗമിച്ചവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. എന്റെ ജീവിതത്തിൽ ഏതൊരു പെണ്ണും സഹിക്കുവാൻ പറ്റാത്ത, നിലനിൽക്കുവാൻ പറ്റാത്ത അനേക കഷ്ടതയിൽ കൂടി, അനേക പോരാട്ടങ്ങളിൽ കൂടി, കോടിക്കണക്കായ നഷ്ടങ്ങളിൽ കൂടി ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു നിമിഷം പോലും ഈ നല്ല അപ്പച്ചൻ എന്നെ കൈവിടുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടേ ഇല്ല. അവന്റെ കൃപയാൽ എന്നെ താങ്ങി നടത്തി ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും, എത്രയോ ദിവസങ്ങൾ ഞാൻ കണ്ണുനീരൊഴിച്ച് കരയുമ്പോൾ ആ നല്ല കൈ, നല്ല തണൽ എൻ്റെ ഈ താടിയിൽ കൂടി തടവി തന്ന്, മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ധൈര്യത്തോട് ഇത് ചെയ്യുന്ന ആലോചന പറഞ്ഞു തന്ന് എന്നെ ഒരു നല്ല അപ്പച്ചനായിട്ട് അമ്മയായിട്ട് നടത്തുന്ന ആ കൃപയെ രുചിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ ദൈവസ്നേഹം രുചിച്ചവളാണ്. ദൈവത്തിനെ എത്രയോ ദിവസം നേരിൽ കണ്ടിട്ടുണ്ട്, മുഖമുഖമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപകട വേളകളിൽ അകപ്പെടുമ്പോഴൊക്കെയും അവിടെ താങ്ങും തണലുമായിട്ട് ഓടി വന്ന് രക്ഷിക്കുന്ന ഒരു നല്ല അപ്പച്ചനായ യേശുവിനെ രുചിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഈ നല്ല യേശുവിന്റെ പുറകെ വരുന്നവർ ഒരിക്കലും രക്ഷിച്ചു പോകത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന്, മാനസാന്തരപ്പെട്ട അന്ന് ദൈവം എന്നോട് പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ച് തരുന്ന അപ്പച്ചനായിട്ട് ഇരിക്കുമെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. എനിക്ക് വളരെ കൊച്ചിലെ ആഗ്രഹം ഡോക്ടർ ആകണമെന്നുള്ള. ദൈവം എന്നോട് പറഞ്ഞു, മകളെ ഒരിക്കൽ പറഞ്ഞു, നീ അങ്ങനെ ഒരു ഡോക്ടർ ആകുമ്പോൾ ഒരു റൂമിനകത്തല്ലേ ഇരുന്ന് ഫ്യൂ പേഴ്സൺസിനെ മാത്രം നിനക്ക് കാണുവാനും അവരുമായിട്ട് ഇടപഴകുവാനും പറ്റും. എന്നാൽ ലോകത്തിൽ ആയിരക്കണക്കായ വ്യക്തികളെ നീ കണ്ട് അവരോട് സംസാരിച്ച് എന്നെ കുറിച്ച് നീ അവർക്ക് വെളിപ്പെടുത്തി പറയുവാനുള്ള കൃപയുള്ള മകളായിട്ട് ഞാൻ നിന്നെ മാറ്റുമെന്ന്. അതുപോലെ പിന്നെ ഞാൻ കുമിളിക്ക് വന്ന ശേഷം ഈ കാമറാജ് യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുകയും പിന്നെ യെരുശലേം യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡോക്ടറേറ്റ് വാങ്ങിക്കുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം എൻ്റെ പേരിന്റെ മുൻപിൽ ഡോക്ടർ എന്ന് പറയുവാനുള്ള ആ ഭാഗ്യവും തന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ഈ യേശു. ഒന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അവൻ ശക്തനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല. ചിലപ്പോൾ സമയമോ അല്ലെങ്കിൽ കാലങ്ങളോ ഇച്ചിരി അങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ വരാം. എന്നാൽ അവൻ ഒരിക്കൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും ചിലപ്പോ മറന്നു പോകും. എന്നാൽ അവൻ മറക്കാത്ത ദൈവമാണെന്ന് എൻ്റെ ശുശ്രൂഷയിൽ കൂടി, എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ വിളിച്ചു പറയുകയാണ്. അവൻ ഒരിക്കലും വാക്ക് മാറാത്തവൻ. വാക്ക് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ഈ ദുഃഖത്തോടും ദുഃഖിതരായി വേദനയോട് ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയുന്നത്, ഏത് തരത്തിലുള്ള ദുഃഖമായാലും ഞാൻ വിശ്വസിക്കുന്ന യേശു ആരെന്ന് അറിയും എന്ന് നമ്മൾ അറിഞ്ഞ് അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ പുറകെ ചെന്ന് അവന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് വചനത്തിന്റെ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ അവൻ എല്ലാ സമയത്തും ദുഃഖത്തിന്റെ സാഹചര്യത്തിലും വിഷമത്തിലും പോരായ്മയിലും നടത്തി സന്തോഷിപ്പിക്കുവാൻ അവൻ ശക്തനത്രേ. എൻ്റെ ശുശ്രൂഷയിൽ എല്ലാ ദിവസവും ഞാൻ അനുഭവിച്ച്
രുചിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഇത്. അനേക മക്കൾക്ക് ഇന്ന് ഈ സത്യങ്ങളെ മക്കൾക്ക് അറിയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് യൂട്യൂബിൽ ഈ ദൈവത്തിന്റെ പ്രവചന ശബ്ദം അറിയിക്കുവാൻ ദൈവം സാധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അനേക വേറെ ശുശ്രൂഷ, അനേക മക്കൾ ഫോണിൽ കൂടി ആശ്വാസത്തിനും ധൈര്യത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് തക്കതായ ദൈവിക ആലോചന കൊടുക്കുവാനും അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സാധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ദൈവം എവിടെ അയച്ചാലും ഞാൻ പോയി അവന്റെ വചനങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അനേക മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്ത് എന്നെ വിളിക്കും. അവിടെയും പോയി ഈ ദൈവിക സുവിശേഷം അറിയിക്കുവാനും പല മീറ്റിങ്ങുകളിൽ പങ്കുകൊള്ളുവാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ദൈവം അതെ ആന്റിയുടെ ജീവിതത്തിലെ പല പ്രാവശ്യം ദൈവമായിട്ട് കർത്താവിന് മുഖാമുഖം കണ്ട അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം, മറക്കാനാവാത്ത അനുഭവം പറയാൻ പറ്റുമോ? കർത്താവിന് മുഖാമുഖമായി കണ്ടത്, അതുപോലെ ജീവിതത്തിൽ മറക്കാനാകാത്ത എൻകൗണ്ടർ, ദൈവിക ഇടപെടൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. അതെ, ഞാൻ ദൈവത്തിനെ മുഖമുഖമായി കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കൽ ഞാൻ നീണ്ട സമയങ്ങൾ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിന്റെ മുകളിൽ സ്റ്റെപ്പ് കയറി പോണം, അതാണ് പ്രാർത്ഥന റൂം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ദർശനം ഞാൻ കാണുകയാണ്. ദൈവം പറഞ്ഞു, ഞാൻ ആ സ്റ്റെപ്പിന്റെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ മുകളിൽ ദൈവം വളരെ പ്രകാശിതനായിട്ട്, ആ പ്രകാശിക്കുന്ന മുഖം എനിക്ക് പറയുവാൻ സാധിക്കത്തില്ല. അത്ര പ്രകാശം, വെള്ള അതുപോലെ യേശുവിന്റെ പിക്ചർ ആരും വരഞ്ഞിട്ടില്ല. അത്ര പ്രകാശമായ ഒരു മുഖം, നല്ല വെൺവസ്ത്രം ധരിച്ചിട്ട് ഇവിടെ മുട്ടിൽ മേൽ നീ കേറി വാ എന്ന് പറഞ്ഞു. ഞാൻ ആ സ്റ്റെപ്പ് എല്ലാം മുട്ടിൽ മേൽ കേറി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥനയിൽ കൂടി അനേക പോരാട്ടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം പ്രാർത്ഥനയിൽ കൂടി ഞാൻ സഹിച്ച് മുന്നോട്ട് വരുമ്പോ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കേറി ദൈവത്തിന്റെ പാദപ്പടിയിൽ വന്നപ്പ എന്റെ കണ്ണിനീരൊക്കെയും ആ ദിവ്യ കരം കൊണ്ട് തുടയ്ക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ധൈര്യത്തോട് നീ ശുശ്രൂഷ ചെയ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് എന്നെ വാഗ്ദത്തം പറഞ്ഞ് അങ്ങനെ 2 കരങ്ങളാൽ അങ്ങനെ സ്വീകരിച്ച് മാർബോട് അണയ്ക്കുന്ന ആ ദർശനം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അനേക ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് കരയുമ്പോ നല്ല ആ ജെന്റിൽ ഫാം ഓഫ് ജീസസ് ഹാൻഡ് ഇങ്ങനെ വന്ന് എന്റെ കണ്ണിനെ തുടച്ചിങ്ങനെ, എനിക്ക് അപ്പ ആ ജെന്റിൽനെസ്, സോഫ്റ്റ് ആയിട്ട് നല്ല തണുപ്പ് പോലെ ഫീൽ ചെയ്യുമ്പോ പിന്നെ അങ്ങനെ കരയുന്ന അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അവസരം, ഒരു സാക്ഷി ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് പിള്ളേർക്ക് ഹോംവർക്ക് കൊടുക്കാനായിട്ട് അവരെ എൻ്റെ വീട്ടിലോട്ട് ടീച്ചറായിട്ട് ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് വരിക. അപ്പൊ അവിടെ മാത്സ് പഠിപ്പിക്കുന്ന ആ ടീച്ചറും ക്ലാസ് കഴിഞ്ഞു വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോ ഒരു ചെറുക്കൻ, ഞാൻ ഒരു RSS വിഭാഗത്തിലുള്ള ഒരു മോനെ, അവൻ ജ്ഞാനസ്ഥാനം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കൊടുത്തത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ് ആണ്. അവർ വന്നിട്ട് അതിൽ ഒരു മകൻ എന്നെ ഭയങ്കരമായിട്ട് പച്ച തെറി പറഞ്ഞു. ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനത്തെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്നിട്ട് കേട്ടിട്ടില്ലാത്ത വാക്കുകൾ. അപ്പൊ എന്റെ അയൽവാസി ഒരു മുസ്ലിം ആന്റിയാണ്. അവർ പറഞ്ഞു, അയ്യോ ആ ടീച്ചറിനെ അങ്ങനെ പറയല്ലേ, അവർ വിശുദ്ധയാണ്, അവർ പ്രാർത്ഥനക്കാരിയാണ്, അങ്ങനെ പറയല്ലേ മോനെ, നീ അങ്ങനെ പറയല്ലേ, നാക്ക് പിടുത്തു പോകും അങ്ങനെ പറയുന്നവർ. എന്നിട്ട് കേട്ടിട്ട് അവൻ പോകുന്നില്ല. എന്നിട്ട് ആ ആന്റി തന്നെ അവനെ ഓടിച്ചുവിട്ടു. ഞാൻ വീട്ടിന്റെ അകത്ത് വന്ന് എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായ തെറിയാണ് അവൻ പറഞ്ഞത്. എനിക്ക് അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. 3 ദിവസം സ്കൂളിൽ പോകാൻ പറ്റാതെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, എന്താണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ,
ആ മകന് ജ്ഞാനസ്നാനം അവൻ ചോദിച്ചത് കൊണ്ടല്ലേ കൊടുത്തത് എന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു. ആ മകൻ സൂസൈഡ് ചെയ്ത് എങ്ങാണ്ട് പോയി ട്രെയിനിൽ ചാടി മരിച്ചു പോയെന്ന്. അപ്പം എന്റെ റിലേറ്റീവിലുള്ള ഒരു മകൻ, ഒരു പാസ്റ്റർ, ഒരിക്കൽ അവരുടെ ചേർച്ചിൽ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോ ഞാൻ ഈ അനുഭവ സാക്ഷ്യം പറഞ്ഞു. അപ്പം ആ മകൻ എന്നോട് പറയാ, ആ സാക്ഷ്യം പറയുന്നു, ഈ ആന്റി പറയുന്ന എല്ലാം ശരിയാണ്. അവൻ സൂസൈഡ് ചെയ്യപ്പ അവന്റെ നാക്ക് ദൂരത്തിൽ വെട്ടപ്പെട്ട് കിടന്ന് അവിടെ പുഴുക്കൾ ഉണ്ടായിരുന്നു എന്നും. ഞാൻ ഇന്ന് പറയുന്നത് അത് എനിക്ക് പലപ്പോഴും ഇങ്ങനത്തെ ദോഷങ്ങൾ ആർക്കും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഇന്ന് പറയുന്നത്, ദൈവമക്കളെ, നിങ്ങൾ ആരും സത്യമായി ശുശ്രൂഷിക്കുന്ന ദൈവ അഭിഷക്തന്മേൽ കരങ്ങളെ നീട്ടല്ലേ, വാക്ക് പറയല്ലേ. ചിലർക്ക് എന്തും പറയാമെന്നുള്ളതിൽ എന്നാ പറയുന്നെന്ന് അറിയാതെ പറയുകയാണ്. അത് വളരെ ദോഷമുണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഇത് മറക്കാൻ പറ്റാത്ത ഒരു അവസരം. ഇനി വേറൊരു സന്ദർഭം ഞാൻ പറയാം. ദൈവം എത്രമാത്രം നമ്മളെ കരുതുന്ന ദൈവമാണെന്നും. ഒരിക്കൽ എൻ്റെ മൂത്ത സഹോദരനും ഇളയ സഹോദരിയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നാഗർകോയിൽ. അപ്പൊ എന്നെ കുമിളിയിൽ വിളിക്കാനായിട്ട് വന്നു. ഞാൻ അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ബസ്സില്ല, ഹാഫനാണ് ബസ് ഉള്ളത് ഞങ്ങളുടെ നാട്ടിലോട്ട്. കമ്പത്തിൽ നിന്ന് നാഗർകോയിലിന് പോകണ എക്സ്പ്രസ് ഹാഫനേ ഉള്ളൂ. അപ്പം മൂത്ത സഹോദരനും ഞങ്ങളെ വിളിക്കാൻ വന്നിട്ട് ഞാൻ ആഫ്റ്റർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോകാനായിട്ട് പോവുക, വേഗത്തിൽ വരാനായിട്ട്. അപ്പൊ ഒരു ബസ് റെഡി ആയിട്ട് നിപ്പുണ്ട്, ഒരു ടൗൺ ബസ് വേഗത്തിൽ വരാനായിട്ട്. ഞങ്ങൾ ഓടി വന്നിട്ട് ആ ബസ് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആങ്ങളെ മാത്രം കയറിയിട്ട് പിന്നെ ഞങ്ങൾ വന്നെത്തിയില്ല. അതിനു മുൻപേ ബസ് എടുത്തു. അപ്പൊ ആങ്ങളെ ഇറങ്ങി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ രണ്ടുപേരും വഴക്ക് പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓടി വരാൻ പറ്റത്തില്ല? ഇങ്ങനെയാണോ? ബസ് മിസ് ചെയ്താൽ ഇനി എത്രമാത്രം കഷ്ടപ്പാടാണ്, മധുരയ്ക്കെല്ലാം ചെന്നിട്ടല്ലേ ഇനി തിരിച്ചു വരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നന്മയ്ക്കാണ്, ബസ് പോയാലും നന്മയാണ്, ദൈവം ദോഷമായിട്ട് ഒന്നും നമുക്ക് ചെയ്യത്തില്ലെന്ന്. എന്നാലും ആങ്ങളെ പിറുപിറുത്ത് വഴക്ക് പറഞ്ഞു വന്ന് പിന്നെ അടുത്ത രണ്ടാമത് വന്ന ബസ്സിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. ഞങ്ങൾ പോകുമ്പോ ആദ്യം പോയ ബസ് കമ്പത്തോട്ട്, ചിലർക്കറിയാം, കുമിളിയിൽ നിന്ന് കമ്പം വരെ പോകണമെങ്കിൽ ഇടയ്ക്ക് ലോയർ ക്യാമ്പ് വരെ ഈ മൗണ്ടൻ വഴിയാണ്. മൗണ്ടനിൽ ഇറങ്ങി വരുമ്പോ ആ ബസ് ആക്സിഡന്റ് ആയി 7 പേര് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അനേകർക്ക് അപകടപ്പെട്ട്. ഞങ്ങളുടെ ബസ് വരുമ്പോ മരിച്ചവരെ എല്ലാം വാനിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന അവസ്ഥ നന്മയാണ്, ബസ് കിട്ടാത്ത നന്മയാണ് പറഞ്ഞ് എന്നോട് ചോദിച്ച എപ്പോഴും ആങ്ങളെ സംസാരിക്കുമ്പോഴെല്ലാം മറക്കാൻ പറ്റാത്ത ഒരു സാക്ഷിയാണ്. നന്മ ചെയ്യുന്ന ദൈവം എന്തുമാത്രം തന്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സകലത നന്മയ്ക്കായിട്ട് എപ്പോഴും നമ്മളെ പരിപാലിക്കുവാൻ ഏത് അപകടവേളയിൽ വിളിച്ചപേക്ഷിച്ചാലും കൈവിടാത്ത ദൈവമായിട്ട് നടത്തുമെന്നുള്ളതിനാണ് ഒരു അനുഭവ സാക്ഷ്യം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബിഗിനിങ്ങിൽ നടന്ന ഒരു സംഭവ സാക്ഷ്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ റൂമിൽ അവധിക്ക് ചെല്ലുമ്പോഴൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ ഒരു നാത്തൂൻ എൻ്റെ മൂത്ത ആങ്ങളയോട് പറയും, നമ്മുടെ കുടുംബത്തിന് സാക്ഷ്യങ്ങളിൽ അപമാനം ഉണ്ടാക്കുക, ഇങ്ങനെ തെരുവായിട്ട് പോയി സുവിശേഷം അറിയിച്ച് ഇങ്ങനെ നമുക്ക് അപമാനമാണ്, അതുകൊണ്ട് ഇവരെ തടസ്സം ചെയ്തിടണമെന്ന്. അങ്ങനെ കേട്ടിട്ടാണ് ആങ്ങളെ എന്നെ ഭയങ്കരമായിട്ട് എതിർക്കുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം നടന്ന ഒരു അത്ഭുത സാക്ഷ്യം. ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോ വീക്കെൻഡിൽ അവധിക്ക് വന്നിരുന്നു. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുക. രാത്രി സമയം ഈ നാത്തൂന് പ്രസവ വേദന ഉണ്ടായി. ഒരു 2 മണിയോളം, രാത്രിക്ക് ഒരു 12 മണിക്ക്. അന്നത്തെ ദിവസമായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ല, നേഴ്സ് ഇല്ല, ഒരു ആയ മാത്രം ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ പ്രസവം എടുക്കുവാനൊന്നും പറ്റത്തില്ല. അന്നത്തെ അനദർ കാര്യം, അന്നത്തെ ഈ ടാക്സി സ്റ്റാൻഡിൽ കാറുമില്ല. അപ്പൊ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇവർ പ്രസവ വേദന എടുത്ത് ഭയങ്കരമായിട്ട്
ഇവര് നിലവിളിക്കുന്ന ആ അങ്കിൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന മോളുണ്ടല്ലോ, അവളെ വിളിച്ചിട്ട് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ അപ്പൊ ഞാന് ആദ്യത്തെ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമാണല്ലോ, ഞാൻ വളരെ ദൈവത്തോട് ഭയഭക്തിയോട് പോയി ആ ലേബർ റൂമിന്റെ വാതക്കൽ മുട്ടിൽമേൽ നിന്നിട്ട്, അപ്പൊ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാരും അവിടെ നിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈകുപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ച്, യേശു അപ്പച്ച, ഞാൻ നിന്റെ കുഞ്ഞാണെന്നും നീ നിന്റെ മഹത്വത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എന്നും എൻ്റെ റിലേറ്റീവ്സ് എല്ലാം അറിയുവാനായിട്ട് ഈ നാത്തൂന് ഒരു അത്ഭുത വിടുതൽ കൊടുക്കണേ യേശുവേ, നിന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ കൈകൂപ്പി അങ്ങ് ഒച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പ പെട്ടെന്ന് ഒരു ആൺകൊച്ച് ഈന്ന് ഒച്ച വെച്ചിട്ട് പുറത്തു വന്നു. അപ്പൊ ആ പ്രസവ വേദനയിൽ നാത്തൂൻ ഒരു തീരുമാനമെടുത്തെന്ന്, ദൈവമേ, എന്നെ കൊച്ചണ്ണി അണ്ണി എന്നാണ് വിളിക്കുന്നത്, ഈ കൊച്ചണ്ണി പ്രാർത്ഥിച്ച് ഇന്ന് അത്ഭുതം നടക്കുകയാണെങ്കിൽ ഇവർ സേവിക്കുന്ന യേശുവിനെ ഞാനും ആരാധിക്കുമെന്ന് തീരുമാനമെടുത്ത് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആണ് കൊച്ചു ജനിച്ചത്. അണ്ണിയുടെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര അത്ഭുതത്തിനെ കൊണ്ടുവന്ന് യേശുവിനെ ഞാൻ മുഖമുഖമായി കണ്ടെന്ന്. ഇപ്പൊ അവരുടെ വീട്ടിൽ അവർ ഒരു ആരാധനയ്ക്ക് പള്ളിയൊക്കെ പണിത് കൊടുത്ത് അനേക നൂറ്റുകണക്കായ മക്കൾ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം ഞാൻ ഈ നല്ല യേശുവിനെ ആരാധിക്കുന്നു എന്നും ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുത്തി. പിന്നെ എല്ലാവരും എന്നെ എന്തെങ്കിലും അക്കേഷനുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും. വേറൊരു അത്ഭുതം, ആരംഭകാലത്തിൽ എൻ്റെ മൂത്ത സഹോദരൻ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പം എൻ്റെ റിലേറ്റീവ്സിൽ ഒരാൾ അമേരിക്കയ്ക്ക് പോകുവാനായിട്ട് ഞങ്ങളുടെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്ത് എയർപോർട്ട് എയർവേസിൽ പോകുവാൻ ട്രിവാൻഡ്രത്താണ് എയർപോർട്ടിൽ പോകണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ റിലേറ്റീവ്സ് എല്ലാം വന്ന് പ്രാർത്ഥന നടത്തി താമസിച്ചു അന്നത്തെ രാത്രി. പിറ്റേ ദിവസം പോകുന്നതിന് എയർപോർട്ടിൽ പോകുന്നതിന് മുൻപേ വാൻ കാറെല്ലാം ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ വന്നിരുന്ന എല്ലാരും കുളിക്കാൻ പോയി. എൻ്റെ ലാസ്റ്റ് സിസ്റ്ററും അപ്പൊ കുളിക്കാനായിട്ട് പോയപ്പോ അവളുടെ കഴുത്തിൽ ലോങ് ചെയിൻ ഉണ്ടായിരുന്നു. ആ നീന്തി കുളിച്ചപ്പോ ആ ചെയിൻ കുളത്തിൽ വീണുപോയി. അപ്പൊ ഉടനെ എൻ്റെ മൂത്ത സഹോദരൻ അറിഞ്ഞപ്പോ എന്നെ വഴക്ക് പറഞ്ഞ്, ഇവൾ യേശു യേശു എന്ന് പറഞ്ഞ് ഈ തെരുവിലെല്ലാം പോയി പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായത്. ഇനിയിപ്പൊ ചെയിന് ഇട്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട, ഈ കാറിൽ മാത്രം കുറച്ചുപേർ പോയാൽ മതി. എന്നാൽ അവിടെ പോകുന്ന ഒരു അങ്കിൾ എന്നെ വിളിച്ചു, മകളെ നീ പ്രാർത്ഥിക്കാനായിട്ട് നീയും കാറിൽ വന്ന്. ഞാൻ അങ്ങനെ എയർപോർട്ടിൽ പോയി പുള്ളിയെ വിട്ടിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ആങ്ങള് കാറിലിരുന്ന് ഒത്തിരി പറയുക, ഇവള് യേശുവിനെ ആരാധിക്കാനായിട്ട് പോയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വീട്ടിൽ ഉണ്ടാകും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കുമ്പോ യേശു അപ്പച്ചൻ പറഞ്ഞ്, ആ ചെയിൻ ഇന്ന് കണ്ടുപിടിച്ച് എൻ്റെ നാമവും നിന്റെ പേര് വലുതാകുവാനായിട്ട് ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. നീ യങ്സ്റ്റേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് പോകുന്നു. ഒരു 5 മണിക്ക് ഡോബീസ് എല്ലാം കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ തുണി എല്ലാവരും അലക്കിയിട്ടിരിക്കുക. ഞാനും ഉടുത്തിരുന്ന ഡ്രസ്സോടെ എല്ലാവരും പോയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ സാരിയെ ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് യേശു അപ്പ എന്നോട് പറയുക, ഏലിസ പ്രവാചകൻ ഇങ്ങനെ ഒരു പാവപ്പെട്ട ഉட்കട്ടറിന്റെ ആക്സസ് അങ്ങനെ വെള്ളത്തിൽ പോയപ്പ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഏലിസ പ്രവാചകൻ ആ ആക്സിനെ പൊക്കി കൊണ്ടുവന്നല്ലോ, അതുപോലെ ഈ ചെയിൻ പൊങ്ങി വരും, ഇന്ന് എൻ്റെ നാമം മഹത്വപ്പെടുത്തും, നിന്റെ പേര് വലുതാകും. അങ്ങനെ ഞാൻ യേശുവേ ഏലിസാവിന്റെ ദൈവമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളത്തിനകത്ത് ഇങ്ങനെ കൈ വിട്ടപ്പോ എൻ്റെ കയ്യിൽ ചെയിൻ വന്നു. ഇതാ ചെയിന് കിട്ടിയെന്നും ഞാൻ ഇങ്ങനെ ഒച്ചയിൽ പറയുകയും ഉടനെ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ വീട്ടിൽ ഓടി വരുമ്പോ എൻ്റെ അതുവരെ വളരെ വഴക്ക് പറഞ്ഞ ആങ്ങളെ പറയുന്നു, അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ പെങ്ങൾ പ്രാർത്ഥിച്ച പെയ്യാത്ത മഴ പെയ്യും, ഇതുപോലത്തെ അത്ഭുതങ്ങളെല്ലാം നടക്കുമെന്ന്. എന്നാൽ അവൾ തെരുവിൽ പോയി പറയുന്നതാ നാണക്കേട്, അല്ലാതെ എനിക്കറിയാം അവളിൽ കൂടി ദൈവം മഹത്വമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി പോയി.
അന്ന് തൊട്ട് ആരും പിന്നെ എനിക്ക് എതിരാട്ടി എഴുന്നേൽക്കത്തില്ല. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവളെന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നും ദൈവം തന്റെ നാമത്തിന് എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നും, പിന്നെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ എൻ്റെ റിലേറ്റീവ്സ് വീട്ടുകളിൽ എന്നെ വിളിച്ച് ആദ്യമായിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടേ മറ്റേ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അങ്ങനെ എൻ്റെ സ്വന്തക്കാരടുത്തും എൻ്റെ സ്ഥലങ്ങളിലും എൻ്റെ സ്വന്തക്കാരുടെ വീടുകളിലെല്ലാം ദൈവം എന്നെ തന്റെ നാമമഹത്വത്തിന് വേണ്ടി വേർതിരിച്ചു എന്നും വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും അറിയുവാൻ ദൈവം അന്ന് ഇടയാക്കി. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അന്ന് ദൈവം അറിയിച്ച സാക്ഷ്യം ഇന്നും അവരുടെ ഇടയിൽ ദൈവം വളരെയേറെ മഹത്വമുള്ള സാക്ഷ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അവന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുപോലത്തെ ആയിരക്കണക്കായ അനുഭവങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും. ഇവിടെ സമയമില്ലല്ലോ. ഇനിയും സന്ദർഭം ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ ശുശ്രൂഷയിൽ ചെയ്ത, ജീവിതത്തിൽ ചെയ്ത അനേക അത്ഭുതങ്ങൾ ഉണ്ട്. അത്ഭുതങ്ങളിൽ കൂടി ദൈവം എൻ്റെ ശുശ്രൂഷയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ദൈവം നിലനിൽക്കുവാൻ എനിക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അനേക അത്ഭുതങ്ങൾ, പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത അത്ഭുതങ്ങൾ. ഈ പള്ളികൾ പണിയുമ്പോഴൊക്കെയും ദൈവം എങ്ങനെയാ സഹായിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. തന്നെ ഒരു സ്ത്രീയായിട്ട് ഭംഗിയായ കെട്ടിടങ്ങൾ പണിത് ദൈവത്തിന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അവന്റെ നാമം അടിമേൽ കൂടി മഹത്വപ്പെടുവാനും ശുശ്രൂഷകൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വപ്പെടുവാനായിട്ട് ഇനിയും ദൈവത്തിന് വേണ്ടി അനേകം ചെയ്തു തീർക്കുവാനും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഈ പ്രോഫറ്റിക് മിനിസ്ട്രീസ് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന മക്കൾ ഏതൊരു കഷ്ടതയിലും കണ്ണുനീര് ഈ നല്ല ദൈവത്തിന്റെ പാദപ്പടിയിൽ കാത്തിരുന്നാൽ വാഗ്ദത്തങ്ങളെ നിറവേറ്റി സന്തോഷിപ്പിക്കുന്ന യഹോവ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ വിടുവിക്കും എന്നുള്ള അത്ഭുത സാക്ഷ്യമാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത്. തളർന്നു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്തിൽ കൊയ്യുവാൻ സഹായിക്കുന്ന ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തുമെന്ന് എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ അനുഭവ സാക്ഷ്യത്തിലും ജീവിത അനുഭവത്തിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോനെ, ഇനി വേറെ എന്തെങ്കിലും? ആന്റി 17-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു 50 വർഷം കഴിഞ്ഞല്ലേ? അതെ. ദൈവം സഹായിക്കട്ടെ ആന്റി. കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. നടത്തി ചെന്നൈയിൽ ഒരു ഡോക്ടർ നീസാണ് എൻ്റെ കൂട്ടത്തിലിരിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് സത്യഭാമ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അവർക്ക് 2 മക്കളുണ്ട്. എല്ലാവരും ഞങ്ങൾ ചേർന്നാണ് സുവിശേഷ വേല ചെയ്യുന്നത്. വളരെ സന്തോഷമായിട്ടാണ് ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സഹായിക്കട്ടെ ആന്റി. ആന്റിക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കുവാനും ദൈവം എന്നെ പ്രേരിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, 17-ാമത്തെ വയസ്സിൽ മരിക്കുവാൻ പോയ എന്നെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് ഈ മഹത്വമായ ശുശ്രൂഷയിൽ 50ഓളം വർഷങ്ങൾ നീ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിനക്ക് നന്ദി അപ്പച്ച. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും അനേക കഷ്ടതയിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, ദുഃഖത്തിൽ കൂടി, രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് ധൈര്യമുണ്ടാകുമാറാകട്ടെ. അധിക നന്മ ഉണ്ടാകുന്ന, പ്രതിഫലം ഉണ്ടാകുന്ന വിശ്വാസവും ധൈര്യവും ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാതിരിപ്പാൻ ദൈവത്തിന്റെ ശക്തിയുള്ള കരം ഇപ്പോൾ തന്നെ നീട്ടണം. അവരുടെ രോഗശാന്തി നീ നൽകണം. അവരുടെ ഭയത്തിൽ നിന്ന് അനേകർ വളരെ പേടിച്ചിരിക്കുക. മക്കളുടെ കാര്യത്തിൽ, അവരുടെ ഭാവി കാര്യത്തിൽ ചില പ്രായം ചെന്ന അനേകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഞങ്ങളുടെ
ഭാവി എന്തുവായിരിക്കും, ഞങ്ങളുടെ പ്രായം ചെന്ന ഈ കാലത്തിൽ ഞങ്ങളെ ആര് നടത്തും, അന്വേഷിക്കും, പരിപാലിക്കും എന്നുള്ളതൊക്കെ പേടിയാണ്. യേശുവിന്റെ നാമത്തിൽ കൂട്ടാളിയായ ദൈവം വലക്കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ പരിപാലിച്ചോളാം, നടത്തിക്കോളാം. ഇതുവരെ താങ്ങിയവൻ, ഇതുവരെ കരം പിടിച്ചവൻ, കൈവിടാതെ തന്നെ ഞാൻ പുലർത്തി നടത്തുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സത്യത്തിനായിട്ട് നന്ദി. ശുശ്രൂഷയിൽ തോൽവിയോടെ ഇരിക്കുന്ന ചിലർ ഈ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജയാളിയെ, ജയം നൽകുന്ന ദൈവമേ, ഏതൊരു പ്രതികൂലം വന്നാലും ജയം കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി കരം ഈ പ്രിയ മക്കളോട് കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, എഴുന്നേൽപ്പിൻ ഗിദെയോന്മാരെ എന്ന് ദൈവം പറയുന്നതിനായി നന്ദി. പരാജയം എൻ്റെ നാമത്തിൽ നിനക്ക് ഉണ്ടാകത്തില്ല, എന്നാൽ അതിന് പകരം ജയമത്രേ ഉണ്ടാകുവാൻ പോകുന്നത് എന്ന് ദൈവം പറയുന്ന സന്ദേശത്തിനായിട്ട് നന്ദി. ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടക്കയിലിരിക്കുന്ന ചിലരെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചുകൊണ്ടിരിക്കുന്ന, ധൈര്യം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സത്യത്തിനായിട്ട് കരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് അനേകർക്ക് നന്മ ഉണ്ടാകുവാൻ നീ ഇടയാക്കണം. ഈ 50ഓളം വർഷങ്ങൾ ദൈവമേ എന്നെ പുലർത്തി, നടത്തി, പരിപാലിച്ച്, കാത്ത് ജയകരമായിട്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഹായിച്ച ഇതേ കരം ഇന്ന് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെയും ശുശ്രൂഷകരെയും അത്ഭുതകരമായിട്ട് താങ്ങി നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി അപ്പച്ച. ഈ ശുശ്രൂഷക്കാരിയായ പ്രവാചകിയായ അടിമ ഈ മക്കളെ അനുഗ്രഹിക്കുവാനാണല്ലോ നീ പറയുന്നത്. ഇവരെ നീ അനുഗ്രഹിക്കണം, വിടുവിക്കണം, സന്തോഷിപ്പിക്കണം, കണ്ണുനീർ ഒപ്പണം. ഇവർ ധൈര്യത്തോടെ ജീവിക്കുവാൻ നിന്റെ വരവ് വരെ നിന്റെ കരങ്ങളാൽ നടത്തപ്പെടുന്ന അനുഭവത്തിൽ ഈ പ്രിയ പൈതങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എന്തെന്ത് ആവശ്യങ്ങളുടെ മുഖത്തിൽ നീറാத വിധത്തിൽ ദൈവം എനിക്ക് നോക്കിക്കൊള്ളും, ഈ പർവ്വതത്തിൽ അവൻ അന്വേഷിക്കുമെന്നുള്ള ധൈര്യത്തോട്, വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ അനുഭവ സാക്ഷ്യം ഇതുവരെ ക്ഷമയോട് കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ധൈര്യത്തോടെ ഇരിപ്പിൻ. ഈ നല്ല ദൈവം നിങ്ങളെയും കാത്തു പരിപാലിച്ച് നടത്തി ജയാളിയായിട്ട് തന്നെ ജയിച്ചു നിൽക്കുവാൻ സഹായിക്കും എന്ന് പ്രവചനമായിട്ട് പറയുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിട്ടിരിപ്പിൻ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി. ആമേൻ. 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 താങ്ക് യു ആന്റി. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.